ഹായ് ഹലോ. എന്നും ചക്കയുടെ ഫോട്ടോയാണ്. കാരണം മഴയൊക്കെ പെയ്ത് ചക്കയെല്ലാം ഒരുപോലെ വിളയുകയും പഴുക്കുകയൊക്കെ ചെയ്യുക. നമുക്കൊരു ചക്ക കിട്ടി. അപ്പം നമ്മൾ നേരെ പകുതി മുറിച്ച് പുളിച്ചക്ക വെച്ചു. ഒരു മുറി നമ്മൾ പഴുപ്പിക്കാനായിട്ട് മാറ്റി. കറ പോലും എടുത്ത് മാറ്റി കളഞ്ഞില്ല. അതിന് പോയി ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുക. തേണ്ടുള്ളിയാണ് കേട്ടോ, നന്നായിട്ട് പഴുക്കണം. അപ്പം നമ്മളിത് പാക്ക് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ നല്ല പഴമായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തേണ്ടുള്ളി വരിക്കച്ചക്ക. നമ്മൾക്കിന്നൊരു ശകലം ചക്ക കിട്ടി. അപ്പം എന്ത് ചെയ്തെന്നറിയാമോ? അതൊക്കെ അരിഞ്ഞ് വരക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ അതിന് കൂട്ടിട്ട് കേൾക്കട്ടോ. കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളി ജീരകം ഇട്ടു, ഉപ്പ് ഇട്ടു, ഇച്ചിരി കുരുമുളക് ഇട്ടു, പിന്നെ കാന്താരി ഇട്ടു, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്താണ് അടുപ്പ് വെച്ചത്. അപ്പോൾ നമുക്കൊരു മുറുക്കം വേണ്ട, ഇച്ചിരി മയത്തിനിരുന്നാൽ മതി. അപ്പോൾ അതാകുമ്പോൾ ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനും നല്ല ഇതാണ്. ഞാൻ ഭാഗത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് എടുത്തുകൊണ്ട് പുറത്തിറങ്ങി ഒരു പല കഷ്ണമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ വെച്ചാണ് ഇളക്കുന്നത്. കണ്ടോ? അപ്പം ചൂടോടെ ചക്ക നമുക്ക് കടുമാങ്ങയോ മോരുകറിയോ മാങ്ങച്ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മൾക്ക് കഴിക്കാം. കണ്ടോ? നല്ല മയത്തിനുള്ള ചൂട് ചക്ക.